നമസ്കാരം. ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ സംഘടനകളിലൊന്നാണ് CIA. CIA ചില പഴയ ഫയലുകൾ, അവരുടെ ആർക്കൈവ്സിലുള്ള ഫയലുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ പല കാര്യങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിലൊന്നാണ് ഇപ്പോൾ ഏറെ വിവാദമായി മാറുന്നത്. ജർമ്മനിയിലെ ഭരണാധികാരിയും നാസി തലവനുമായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ കൊല്ലപ്പെട്ട് 10 വർഷത്തിന് ശേഷം, അതായത് 1955 ശേഷം അമേരിക്ക അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അത് കണ്ടുപിടിക്കാൻ പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. അദ്ദേഹം തെക്കൻ അമേരിക്കയിലാണ് താമസിച്ചിരുന്നത് എന്നായിരുന്നു അന്ന് CIAക്ക് കിട്ടിയ രഹസ്യ വിവരം. അർജൻറ്റീനയിലാണ് ഹിറ്റ്ലർ ഒളിവിൽ താമസിച്ചിരുന്നത് എന്നാണ് അവർ കണ്ടെത്തിയത്. ഹിറ്റ്ലറുമായി വളരെ രൂപസാദൃശ്യമുള്ള ഒരാളുടെ ചിത്രവും അക്കാലത്ത് അവർക്ക് ലഭിച്ചിരുന്നു. മറ്റൊരാൾക്കൊപ്പം ഇരിക്കുന്ന ഫോട്ടോ ആയിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന രഹസ്യ രേഖകളിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. പണ്ട് ജർമ്മനിയിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് അർജൻറ്റീനയിൽ വളരെ അടുത്ത വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നാസി നേതാക്കൾക്കൊക്കെ തന്നെ അർജൻറ്റീനയിലെ പല പ്രമുഖരുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ തങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും എന്ന ഘട്ടം വന്നാൽ ഇവരൊക്കെ അന്ന് രക്ഷപ്പെടുമായിരുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ തടവുകാരെ പോലെയൊക്കെ രക്ഷപ്പെടുമായിരുന്നത് അർജൻറ്റീനയിലേക്കായിരുന്നു. ഏതായാലും അർജൻറ്റീനയുടെ പ്രസിഡൻറ്റും ഈയിടെ ഒരു പുതിയ ഉത്തരവിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ രഹസ്യരേഖകളും പുറത്തുവിടണം എന്നാണ്. ഇക്കാര്യം അദ്ദേഹം തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 1945 ഏപ്രിൽ മാസത്തിലാണ് ജർമ്മനിയിലെ ഒരു ബങ്കറിൽ ആത്മഹത്യ ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഹിറ്റ്ലറുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ CIAക്ക് പിന്നീട് ലഭിച്ച വിവരമനുസരിച്ച് അദ്ദേഹം അർജൻറ്റീനയിലെ ഒരു ഹോട്ടലിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്നായിരുന്നു. അർജൻറ്റീനയിലെ ലാ ഫാൽഡയിലുള്ള ഒരു സ്പാ ഹോട്ടലിൽ ഹിറ്റ്ലറിന് രഹസ്യ താവളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഹോട്ടലിൻ്റെ ഉടമകളുമായി ഹിറ്റ്ലറിനും അദ്ദേഹത്തിൻ്റെ അടുത്ത വിശ്വസ്തന്മാർക്കും എല്ലാം തന്നെ വ്യക്തിബന്ധമുണ്ടായിരുന്നുവെന്നും ഹിറ്റ്ലർ പലപ്പോഴും കുടുംബവുമൊത്ത് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജർമ്മനിയിൽ തൻ്റെ കസേര തിറക്കുകയോ അതല്ലെങ്കിൽ നാസി നേതൃത്വത്തിൽ നിന്ന് താൻ പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം വന്നാൽ ഹിറ്റ്ലർ തീർച്ചയായും രക്ഷപ്പെട്ട് ഒളിവിൽ പാർക്കാൻ ആദ്യമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഈ ഹോട്ടൽ തന്നെ ആയിരിക്കും എന്നാണ് CIAയുടെ രഹസ്യരേഖകൾ പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിരുന്നോ എന്ന് പോലും അമേരിക്ക സംശയിച്ചിരുന്നു. അങ്ങനെയാണ് CIA ഒരു ദൗത്യ സംഘത്തെ ഏൽപ്പിക്കുന്നത്. ഇവരാകട്ടെ ഒരുപാട് സ്ഥലങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചു. നേരത്തെ സൂചിപ്പിച്ച മറ്റൊരാളൊത്തുള്ള ഒരു ഫോട്ടോ ലഭിച്ചിരുന്നു. അത് ഹിറ്റ്ലറുമായി വളരെ രൂപസാദൃശ്യമുള്ളതാണ്. പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പോൾ അതത്ര വ്യക്തതയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കൂടാതെ ഹിറ്റ്ലറിൻ്റെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും ഇവർക്ക് ഒരു ധാരണയും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. പല ആളുകളും അവിടെ അവകാശപ്പെട്ട തങ്ങൾ ഹിറ്റ്ലറെ കണ്ടിട്ടുണ്ട് എന്നാണ്. ചിലരാകട്ടെ തങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു എന്ന് അവകാശപ്പെടുന്നത്. പക്ഷേ ആരുടെയും കയ്യിൽ യാതൊരു രേഖകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന വസ്തുത. അപ്പോൾ വരുന്നൊരു ചോദ്യമുണ്ട്, ജർമ്മനിയിലെ ബങ്കറിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം ഹിറ്റ്ലറിൻ്റേതല്ലായിരുന്നോ എന്ന്. അന്നത്തെ കാലത്തൊക്കെ തന്നെ പലപ്പോഴും ലോക നേതാക്കന്മാർക്ക് അപരന്മാരുണ്ടായിരിക്കുമെന്നും ഇവരെയും അവർ ഒളിച്ച് താമസിപ്പിക്കുമായിരുന്നുവെന്നും എന്തെങ്കിലും ഒരു ആപത്ഘട്ടം വന്നാൽ അവരെ വധിച്ചതിന് ശേഷം ഇവർ രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ തന്നെ ഹിറ്റ്ലർ ഇമാതിരി ഒളിച്ചോടി അർജൻറ്റീനയിലേക്ക് പോയതാണോ എന്ന് സംശയിക്കേണ്ടി വരും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തന്നെ അമേരിക്ക ഇതിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുകയായിരുന്നു. അവർക്കത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കാത്തതുകൊണ്ട് തന്നെയാണ് അത് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അർജൻറ്റീനയുടെ ഭരണാധികാരിയുടെ ഉത്തരവനുസരിച്ച് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് അതിനുശേഷം സംഭവിച്ചതെല്ലാം പുറത്തു വരുമ്പോൾ ഹിറ്റ്ലർ അവിടെ താമസിച്ചിരുന്നോ, ശരിക്കും ഹിറ്റ്ലർ മരിച്ചിട്ടില്ലായിരുന്നോ, അദ്ദേഹം അർജൻറ്റീനയിൽ സുഖമായി ജീവിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ജർമ്മൻ രാഷ്ട്രീയത്തിലും അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് ഈ ഒരു പുതിയ കണ്ടെത്തൽ.